ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ്. സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട്. ഇന്ന് ടീച്ചറമ്മയുടെ ലൊക്കേഷനിൽ വന്നിരിക്കുകയാണ്. എനിക്കൊന്ന് 2-3 മാസങ്ങൾക്ക് ശേഷം ടീച്ചറമ്മയിൽ വിനോദം എന്ന കഥാപാത്രം വീണ്ടും വരുന്നു. അപ്പം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഷൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സ്ഥലത്ത് വന്നു, അവരൊന്നും എത്തിയിട്ടില്ല. നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ. അയാളുടെ പ്ലാനൊന്നും ആർക്കും അറിയില്ല. എവിടെയാണോ എന്താണ് അയാളുടെ പ്ലാനെന്നോ ആർക്കും അറിയില്ല. എന്തായാലും ഞാനും സാറുമാണ് മോഹന്റെ ടാർഗറ്റ്. എന്റെ ജീവിതത്തിലേക്കുള്ള വലിയ മടക്കി അയക്കേണ്ടായിരുന്നോ? അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങി. ഭയങ്കര മഴ, രാവിലെ മുതൽ മഴയാണ്. അപ്പം ഞാനൊരു 1:30 ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. ഫുഡ് കഴിച്ചില്ല, കാരണം ഷിഫ്റ്റ് ചെയ്തിട്ടേ ഫുഡുള്ളൂ. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ലേറ്റാവും. അതിനെക്കാട്ടി നല്ലത് തിരിച്ച് വീട്ടിൽ പോയി കഴിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ വഴിയിൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് പൊരിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയ സീനെന്ന് പറഞ്ഞാൽ ടീച്ചറമ്മയിലെ മഹേഷിൻ്റെ ബേക്കറി ഉണ്ടല്ലോ, അത് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. ടീച്ചറമ്മയുടെ മകളായ കുഞ്ഞിയും കൂടെ ചേർന്നിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്ന ഒരു സീനായിരുന്നു. വളരെ മനോഹരമായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ വീട്ടിലോട്ട് പോവുക. ഈ വിഷ്വൽ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുവാണ്. ഇപ്പോൾ ഒരു 7 മണിയായിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വൈൻഡപ്പ് ചെയ്തിട്ടില്ലായിരുന്നു വീഡിയോ. കാരണം എന്ന് പറഞ്ഞാൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു, വിലായതൂത് അല്ലെങ്കിൽ എക്കോ. അപ്പം രണ്ടിനും പോകാൻ സാധിച്ചില്ല. കാരണം രാവിലെ ഉറക്കം എഴുന്നേറ്റുകൊണ്ട് ചെറിയൊരു തലവേദനയുണ്ട്. പിന്നെ ഭയങ്കര മഴയാണ്, രാവിലെ മുതൽ തുടർച്ചയായ മഴയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വിഷ്വലാണ്. ഞാനിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. വന്നതിന് ശേഷം ഫുഡ് കഴിച്ചു കിടന്നുറങ്ങുക, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം ടീച്ചറമ്മേൻ്റെ സമയം 8 മണിയിൽ നിന്ന് 9:30 ആക്കിയിട്ടുണ്ട്. അപ്പം സമയമുള്ളപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പം നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. ബൈ.